അങ്ങനെ വിൻസി അലോഷ്യസും നമ്മുടെ ഷൈൻ ടോം ചാക്കോയും തമ്മിൽ കൈ കൊടുത്ത് പിരിഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്ത തെറ്റിന് നിനക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം ദി സോറി അളിയ എന്ന് പറഞ്ഞിട്ട് കേസ് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ സംഘടനകൾക്കും പ്രശ്നമില്ല, ഇവർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല, നാട്ടുകാർക്കും പ്രശ്നമില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രശ്നം ഇവർ തന്നെ സോൾവ് ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഇല്ലാണ്ട് വന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോയ മാലാ പാർവതി. ഈ മാലാ പാർവതി പണ്ട് മുതലേ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഉൾപ്പെടും. പക്ഷേ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് എല്ലാത്തിൽ നിന്നും പതിയെ ഊരുകയും ചെയ്യും. അതിനുള്ള കഴിവ് മാലാ പാർവതിക്കുണ്ട്. അപ്പോൾ മാലാ പാർവതി ഈ ഷൈൻ ടോം ചാക്കോൻ്റെയും വിൻസിൻ്റെയും കേസ് വന്ന സമയത്ത് ചെറിയൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികൾ, അതായത് പെൺകുട്ടികൾ എന്ത് ചെയ്യണം? ഒന്ന് പോടപ്പാ, നീ എന്താടാ ഇങ്ങനെയൊക്കെ, ഇപ്പോൾ ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിരിച്ച് കളിച്ച് വിടണം എന്നാണ് നമ്മുടെ മാലേച്ചി പറഞ്ഞത്. അപ്പം മാലേച്ചി പറഞ്ഞ ഡയലോഗ് മാലേച്ചിൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്കൊന്ന് ഫസ്റ്റ് കണ്ടു നോക്കാം. സിനിമയിലുമൊക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നാളാരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി, അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ, പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ ഒന്നും നിലനിൽക്കാനേ പറ്റത്തില്ല. കാരണം നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുവോ, വരുമോ, എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. അത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. പ്രതികരിക്കുന്നതിന് ഒരു കളി തമാശയായിട്ടും വഴക്കല്ലാതെ അതൊരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തൊരു നിഷ്കളങ്കമായിട്ടാണ് നമ്മുടെ മാലേച്ചി പറയുന്നത്. ഒരു സ്കില്ലാണ്. അതായത് മോളെ എടീ ഇന്ന് രാത്രി എൻ്റെ റൂമിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോടാ, ഇങ്ങനെ ഒന്ന് ചോദിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളി തമാശയിൽ പറയണമെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതായത് സിനിമാ മേഖലയിൽ ഇത് സർവ്വസാധാരണമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ വേണ്ടി പറ്റൂ എന്നൊക്കെ നമ്മുടെ മാലേച്ചി പറയാതെ പറഞ്ഞു പോവുകയാണ്. അതായത് ആ ചേച്ചീൻ്റെ ഒരു മുഖത്തെ ആ ഒരു ഇത് കണ്ടോ, നിഷ്കളങ്കത കണ്ടോ? അതായത് 10-50 വയസ്സിനോട് അടുത്തുണ്ടെന്ന് തോന്നുന്നു. 2 കുട്ടികൾ, 2 ആൺമക്കളുണ്ട്. ആൺമക്കളുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. ഈ ഇടയ്ക്ക് അതിലൊരു ആൺകുട്ടി ചില ഇതേപോലെ ചുറ്റിക്കളിയും പരിപാടിയൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ ഭയങ്കര ഒരു ഫെമിനിസ്റ്റാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഘോരം പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഇദ്ദേഹമാണ് ഇപ്പം വന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോടാ, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, എന്തിനാ ഇതൊക്കെ വലിയ കാര്യമാക്കുന്നേ എന്ന് ഡയലോഗ് അടിക്കുന്നത്. അവർ പറയുന്ന ആ ഒരു ഇതിൽ തന്നെ കണ്ടോ, നല്ല ബെസ്റ്റ് ന്യായീകരണം അല്ലേ, എന്താ അല്ലേ? അതായത് വിൻസി അവിടെ ഡ്രസ്സ് മാറാൻ പോകുന്ന സമയത്ത് ഇതേപോലെ ഞാനും കൂടെ വരാം എന്നുള്ള രീതിയിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞു എന്നാണ് വിൻസി പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം കേട്ടപ്പം പുള്ളിക്കാരത്തി ഫസ്റ്റ് പറഞ്ഞത് ഇതാണ്. അതായത് ഇതൊക്കെ ഒരു സംഭവമാക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ പൊന്ന് മാലേച്ചിനെ പോലെ ആയിരിക്കുമല്ലോ എല്ലാവരും. അതായത് ഇപ്പം മാലേച്ചിനോട് ഒരാൾ വന്നിട്ട് മാലേച്ചി വൈകുന്നേരം നമുക്കൊന്ന് എങ്ങനെ കറങ്ങാൻ പോയാലോ എന്ന് പറയുമ്പോൾ മാലേച്ചി ഒന്ന് പോടാ, ഞാൻ വരൂല്ലടാ എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കില്ല ബാക്കിയുള്ള പെൺകുട്ടികൾ. ചിലപ്പോൾ അവർക്ക് ഇതേപോലെ ഇതിനു മുമ്പുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ജീവിതത്തിൽ അവർക്ക് ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് സ്ഥിരം കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഇതെന്താണ് സംഭവം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പകച്ച് നിന്ന് പോകും. അവരതിന് പ്രതികരിച്ചെന്നിരിക്കും. ഓക്കെ, അല്ലാതെ എല്ലാവരും മാലേച്ചിനെ പോലെ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒരു അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് പോടപ്പ എന്ന് പറഞ്ഞിട്ട് തട്ടി വിളിക്കുന്നവരായിരിക്കില്ല. അതാദ്യം മാലേച്ചി മനസ്സിലാക്കുക. ഓക്കെ, ഒന്നുമില്ലെങ്കിലും മാലേച്ചി പുറമേ എങ്കിലും നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരാളല്ലേ അല്ലേ? പക്ഷേ ഇത് മാലേച്ചിൻ്റെ ആദ്യത്തെ ഒരു ഡയലോഗല്ല. മാലേച്ചി ഇതിനു മുമ്പും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാലേച്ചിനെ കുറ്റം പറയാൻ പറ്റില്ല. മാലേച്ചി ഇത് പണ്ട് മുതലേ ഇത് പിന്തുടർന്ന് വരുന്നവരാണ് മാലേച്ചി. അതായത് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത്
ഇങ്ങനെ ആക്കുന്നൊരു ആളാണ് മാലേച്ചി. അതുകൊണ്ട് തന്നെ മാലേച്ചിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റൂല. അപ്പം മാലേച്ചി വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു മറുപടി ഒന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. കാലമായി സിനിമാ രംഗത്ത് അഭിനയിക്കുന്നു. അന്നേരം ഇപ്പോൾ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പം ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ റോൾ ആവശ്യപ്പെടുന്നതിനപ്പുറം സ്പർശിക്കുന്ന ആൾക്കാരുണ്ടോ? നടന്മാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഉണ്ടോ? ചിലപ്പോഴൊക്കെ. ആണോ? മാറി നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഞാനതിന് കോമഡി ആക്കുള്ളൂ. ഇല്ലില്ല, എന്നെ ആരെങ്കിലും മോശമായിട്ടൊക്കെ സ്പർശിച്ചാൽ ഞാൻ അത് കോമഡി ആക്കി എടുക്കുകയുള്ളൂ. ഞാൻ മാറി നിൽക്കുന്നൊന്നും പറയുമൊന്നുമില്ല. എനിക്ക് വയ്യ. എന്തൊരു നിഷ്കളങ്കമാണ്, എന്ത് പറയണ്ടേ എനിക്ക് അറിയാൻ പാടില്ല. നല്ലൊരു പാവം ചേച്ചിയാണ് മാലേച്ചി. ആ ചേച്ചി പറ ബാക്കി. എന്തുവാ അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കും. എന്ത് പരിപാടി എന്തൊക്കെ ചോദിച്ചാൽ അത് കോമഡിയാക്കും. ആണോ? അല്ല, ദേഹത്ത് സ്പർശിക്കുന്നത് കോമഡി ആയിട്ടാണ് കാണുന്നത്. ഞാൻ കോമഡി ആയിട്ടാണ് കാണുന്നത്. ദേഹത്ത് സ്പർശിക്കുന്നത് വരെ മാലേച്ചി കോമഡി ആയിട്ടാണ് കാണുന്നത്. അവർക്ക് തലയ്ക്ക് സുഖമില്ലാത്തത് നമ്മൾ എന്തെടുക്കാനാ? ജോലി ചെയ്യുമ്പോൾ അവർക്കത് അവരുടെ ഒരു ഇല്ലായ്മയല്ലേ, പാവം. അങ്ങനെയുള്ള നായകന്മാരാണോ അതോ സഹതാരങ്ങളാണോ? ആരായാലും എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പേരങ്ങനെ ഒന്നോ രണ്ടോ പേരാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനെ ഞാൻ ഇങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. പരാതിപ്പെട്ടു എന്തിന്? ഈ മാലേച്ചി എന്താണ് പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാലോ അല്ലെങ്കിൽ പിടിക്കുകയൊക്കെ ചെയ്താലും പരാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് മാലേച്ചിൻ്റെ ഒരു പക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ മാലേച്ചി പണ്ട് മുതലേ ചിലപ്പോൾ അതായിരിക്കും. ആര് വന്ന് പിടിച്ചാലും അല്ലെങ്കിൽ ആര് വന്ന് തോണ്ടിയാലും ആര് വന്ന് മുട്ടിയാലും മാലേച്ചിക്ക് പ്രശ്നമൊന്നുമില്ല. ഒന്ന് പോടാ, അല്ലെങ്കിൽ നീ എന്താണ് പരിപാടി ചെയ്യുന്നത്, എന്താണ് തമാശ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തമാശ രൂപേണ വിടുന്ന ഒരാളാണ് മാലേച്ചി. അപ്പോൾ പിന്നെ മാലേച്ചിനോട് ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് പറയാനാണ്? മാലേച്ചി ഇത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. പിന്നെ മാലേച്ചി പണ്ട് ദിലീപിൻ്റെ കേസ് വന്ന സമയത്ത് അറിയാലോ, ഇരകൾക്കൊപ്പമാണ്. അതിപ്പോൾ ആരാണ് കുറ്റം ചെയ്തതെങ്കിലും, ഇപ്പോൾ ദിലീപാണെന്ന് പറയുന്നില്ല, പക്ഷെ ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇരയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു സാമാന്യമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക, സാധാരണ ഒരാളുടെ ഒരു ചിന്താഗതിയിൽ വരേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മാലച്ചേച്ചിക്ക് രണ്ട് സൈഡിൽ നിൽക്കണം. അതായത് ദിലീപാണല്ലോ കുറ്റാരോപിതൻ. അപ്പം ദിലീപിനെ പിണക്കാനും പറ്റൂല, ഈ പറയുന്ന എന്താ പറയുക ഇരക്കെതിരെ സംസാരിക്കാനും പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഇൻ്റർവ്യൂവിൽ കിടന്ന് മെഴുകുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്ക്. ഇല്ലാത്ത ആളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ സംഭവത്തിൽ ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചെയ്തിട്ടില്ലെന്ന് ചിലരൊക്കെ ലാൽ ജോസിനെ പോലുള്ളവർ ദിലീപ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിലേത് പക്ഷത്താണ് പാർവതി? ഞാൻ അങ്ങനെ ഒരു പക്ഷം എടുക്കുന്നില്ല. എൻ്റെ കുടുംബത്തിലെ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്, എനിക്ക് കാവ്യയായിട്ട് വളരെയധികം സൗഹൃദം അറിയാമല്ലോ. കാവ്യയായിട്ട് എനിക്ക് വളരെയധികം സൗഹൃദം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിലെ ഒരാളായിട്ട് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ അനുജനോ എൻ്റെ മകനോ ഒരു തെറ്റ് ചെയ്താൽ എങ്ങനെയാണോ നമ്മളതിനെ കാണുന്നത് അതേപോലെയാണ് കാണുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. അതായത് സ്വന്തം അനിയനോ അല്ലെങ്കിൽ സഹോദരനോ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതേപോലുള്ള വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മാലേച്ചി എന്ത് ചെയ്യും? അവൻ്റെ തോളത്ത് കൈയിട്ട് സാരമില്ല മോനെ എന്നും പറഞ്ഞിട്ട് തലോടി കൊടുക്കും എന്നാണ് മാലേച്ചി പറയുന്നത്. അതായത് ഒരു നിലപാട് എന്ന് പറഞ്ഞ സംഭവമില്ലാത്ത ഒരവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുടെ തോളത്തും കൈയിടുന്ന, എന്ത് വൃത്തികേട് ചെയ്തവനെയും കൂടെ കൂട്ടുന്ന തരത്തിലുള്ള ഒരു അഭിനേത്രി. അത്രയേ ഉള്ളൂ മാല എന്ന് പറഞ്ഞിട്ടുള്ള മാലാ പാർവതി. അത് ഇപ്പം മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് സംഭവം. അതായത് ദിലീപിനെ കുറ്റം ആരോപിച്ച് ജയിലിൽ കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ദിലീപിന് പകരം വേറെ ആരവിടെ ഉണ്ടെങ്കിലും അത് ഇവരുടെ സുഹൃത്താണെങ്കിൽ ഇരകൾക്കൊപ്പമല്ല ഇദ്ദേഹം നിൽക്കുക. എന്ത് ചെയ്യും? ആരാണോ സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെയാണ്. കാരണം ആ സുഹൃത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ടുള്ള പരിപാടിയാണ്. അതായത് നിലപാട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇവരെല്ലാം കണ്ട് ഇവരുടെ എല്ലാം പുറകെ പോകുന്ന, എന്താ പറയുക, ഇവരെല്ലാം ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അവരെ വേണം പറയാൻ വേണ്ടിയിട്ട്. അതായത് ഒരു നിലപാട് എന്ന് പറയുന്ന സംഭവമില്ലാത്ത ഒരു സ്ത്രീ. അത്രയേ ഉള്ളൂ മാലാ പാർവതി എന്ന് പറയുന്ന ഒരു അഭിനേത്രി. ഇവർ ഈ മറ്റേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കാനും അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് എല്ലാം അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റൊക്കെ ഇടുന്ന കാണാം ഫേസ്ബുക്കിൽ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് ആരവസരം തരുന്നോ അവർ പറയുന്നത് സത്യം അല്ലെങ്കിൽ അവർ പറയുന്നത് ശരി എന്നുള്ള രീതിയിൽ കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു സ്ത്രീ. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ നടന്ന ഒരു സംഭവം, ഈ ഒരു ഇൻ്റർവ്യൂവിൽ
ഇവർ പറഞ്ഞല്ലോ, അതായത് ചിരിച്ചു വിടണം എന്നുള്ള രീതിയിൽ സംസാരിച്ചല്ലോ. അപ്പോൾ ആളുകളെല്ലാവരും കൂടി ഇവരെ പുതിയാൻ തോണ്ടി തുടങ്ങി, അത് വളരെ മോശമായി പോയിന്ന്. അപ്പോൾ അതിനും ഇവരൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. കോമഡിയാണ്, പിന്നെ ഇതൊന്നും നമ്മൾ ചർച്ച പോലും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവരുടെ ആ ഒരു മെഴുകലും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉണ്ടായി. അയാൾ പിന്നെ ഞാനിങ്ങനെ വേഷം മാറട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നമ്മുടെ വിൻസിയെ പോലെ ഇത്രയും മിടുക്കിയായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ ഒരു വാങ്ങിച്ച പെൺകുട്ടി സിനിമ പോലെ മേഖലയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു എന്ന് വിൻസി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് ചോദിച്ചാൽ അപ്പം തന്നെ പ്രതികരിക്കണം പബ്ലിക്കായിട്ട്. സിനിമയിൽ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ കൂടെ ആൾക്കാർ നിൽക്കുകയുള്ളൂ. പിന്നെ IC പോവാം, തീർച്ചയായിട്ടും IC പോകണം, അത് കഴിഞ്ഞാൽ കേസ് കൊടുക്കാം. പക്ഷെ ആ സമയത്ത് പ്രതികരിച്ചാൽ പിന്നെ അതവിടെ കഴിയും. അല്ലാതെ ഈ കുട്ടി അത് ഇവർ വെറുതെ കിടന്ന് മെഴുകുകയാണ്. ഇതൊന്നും അല്ല ആദ്യം പറഞ്ഞത്. അതായത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പോടാ എന്നെല്ലാം പറഞ്ഞിട്ട് ഒഴിവാക്കാനേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, നമ്മൾ കണ്ടതാണ്. പിന്നെ ഇവർക്ക് ഇപ്പോൾ ഇത് ഇങ്ങനെ വിവാദമായി കഴിയുമ്പം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരണമല്ലോ, അതിനുള്ള ഒരു മെഴുകൽ മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഇവർ ഈ പുറമെ, ഇവരെന്നല്ല ഇങ്ങനെ കുറേ ടീമുണ്ട്, അതായത് പുറമെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ശാസ്ത്രീകരണത്തിനൊക്കെ വേണ്ടിയിട്ട് ഘോരഘോരം സംസാരിക്കുന്നവരും, പക്ഷേ ഇവരുടെ ഉള്ളിൽ ഈ സംഭവമാണ്. അതായത് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ അവിടെ ഇവിടെ തൊടാണ്ടൊക്കെ ഇതാക്കി പോയെങ്കിൽ മാത്രമേ നമുക്ക് അവസരം കിട്ടുകയുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ, ഇപ്പോൾ കുറേ സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വന്ന് തോണ്ടിയാലും ഇവർക്ക് പ്രശ്നമില്ല, ഒന്ന് പോടപ്പാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തമാശയാക്കി ഇങ്ങനെ വിടുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ പബ്ലിക്കിലെല്ലാം വന്നിട്ട് ഇങ്ങനത്തെ ബ്ലണ്ടർ പറയുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ മണ്ടത്തരം വിളിച്ചു പറയുക എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതും ഞാൻ വലിയൊരു ബുദ്ധിജീവിയാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളാവുമ്പം കൂടുതൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സിനിമ മേഖല എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ തന്നെ കണ്ടില്ലേ, ഒരു കുഴപ്പമില്ലാണ്ട് പുറത്തിറങ്ങി. ഇനിയിപ്പം സിനിമാ സംഘടനകളെല്ലാവരും കൂടി ഷൈൻ ടോം ചാക്കോനെ നന്നാക്കാൻ വേണ്ടി പോവുകയാണ്. നന്നാക്കി എടുത്തതിന് ശേഷം, കാരണം സിനിമയിൽ അഭിനയിക്കാൻ വേറെ ആരും ഇല്ലല്ലോ മലയാളത്തിലും, അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോനെ നന്നാക്കി എടുത്ത് വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സിനിമാ മേഖലയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ സാധാരണക്കാരന് ആരുടെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ചെറിയൊരു സാധനം പിടിച്ചാലോ, അല്ലെങ്കിൽ അവനെ ഇതേപോലെയുള്ള ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാലോ പിന്നെ അവൻ്റെ ജീവിതം പോക്കാണ്. പക്ഷേ സിനിമ മേഖലയിലാകുമ്പോഴത്തേനും ഒന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.